ഈ കാക്കയുടെ ബുദ്ധി നിങ്ങളൊന്ന് നോക്കിക്കേ. കലത്തിലെ വെള്ളം കുടിക്കുവാനായിട്ട് കലത്തിൽ കല്ല് പറക്കിയിട്ട 90s കിഡ്സ് ആയ കാക്ക മാമനെ നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഈ കാക്കയ്ക്ക് കിട്ടിയ വാൾനട്ട് പൊട്ടിക്കുവാൻ അതിന്റെ പഠിച്ച പണി 18ഉം അത് നോക്കുകയാണ്. അതിനറിയാം അതിനെ സഹായിക്കുവാൻ അവിടെ ആരും തന്നെ വരാനില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വിശപ്പടക്കണമെങ്കിൽ ഈ പറയപ്പെടുന്ന വാൾനട്ട് എങ്ങനെയെങ്കിലും പൊട്ടിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും പൊട്ടിച്ചേ പറ്റൂ. അതിന് പല പല ശ്രമങ്ങളാണ് നടത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടു, അത് ഭയങ്കര മോളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, താഴെ വീണ് പൊട്ടാനുണ്ട്. പക്ഷെ അത് പൊട്ടുന്നില്ല. പിന്നീട് ചുടുകട്ടകൾ വെച്ച് ഇങ്ങനെ തട്ടി തന്നെ പുറത്തിട്ട് പൊട്ടിക്കാൻ നോക്കുന്നെങ്കിലും വിഫലമായി പോവുകയാണ്. പിന്നീടാണ് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കാക്കയുടെ ആ ഒരു ബുദ്ധി നമ്മൾ കാണുന്നത്. കാരണം ഈ കാക്ക പിന്നീട് ആ വാൾനട്ട് പറക്കിയെടുത്ത് നടു റോഡിൽ വണ്ടികളൊക്കെ പോടുത്ത് കൊണ്ടിടുക. റോഡിൽ കൊണ്ടിടുമ്പോ കാറുകളോ വണ്ടികളോ എല്ലാം കയറി അത് പൊട്ടിക്കഴിഞ്ഞാൽ ആ വാൾനട്ട് പൊട്ടിയാതിരിക്കാൻ നട്ട് കഴിക്കാമല്ലോ എന്ന ചിന്തയിലായിരിക്കണം. ആയിരിക്കണം എന്നല്ല, അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ അറിയാം, വണ്ടി ആദ്യമേ പോകുമ്പോൾ കയറുന്നില്ല, പിന്നീട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വീണ്ടും നടുക്കിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഒരു വണ്ടി കയറിയത് പൊട്ടുമ്പോൾ തന്നെ ഈ പറയപ്പെടുന്ന കാക്ക വന്നിട്ട് അതെടുത്ത് കഴിക്കുന്നത് കാണാം. ഏജാതി ബുദ്ധി. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? കുറേയേറെ ശ്രമങ്ങൾക്ക് ശേഷം ഈ പറയുന്ന കാക്കയുടെ ഒരാഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം ഇവിടെ നടന്നു. എന്താ അതിന്റെ പിറകിൽ? ശ്രമങ്ങളാണ്, പല പല ശ്രമങ്ങൾ. നമ്മൾ 1 ശ്രമിച്ചു, നടന്നില്ല. 2 ശ്രമിച്ചു, നടന്നില്ല. 3ാമത് വേറൊരു മെത്തേഡ് ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ അത് നടക്കുന്നത് വരെ ആ കാക്ക ശ്രമിച്ചത് കൊണ്ട് അതിന്റെ വിശപ്പടക്കാനും പറ്റി, നട്സ് പൊട്ടിക്കുവാനും പറ്റി. ശരിക്കും പറഞ്ഞ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. പല രീതിയിൽ പരിശ്രമിക്കണം, പല തവണ പരിശ്രമിക്കണം, തോറ്റാലും പരിശ്രമിക്കണം. പക്ഷേ ഈ പരിശ്രമങ്ങളൊന്നും തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാകരുത് എന്ന് മാത്രം. ഈ കാക്കയുടെ കഥ നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ ഒരുപാട് കഥകൾ പ്രകൃതിയിൽ തന്നെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കിളികളായിട്ടും മൃഗങ്ങളായിട്ടും മരങ്ങൾ, അങ്ങനെ പല ജാതികളായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. അവരെ പരിശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അത് വിജയിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചുറ്റും കൊണ്ടിട്ടിരിക്കുക എന്തിനാ? നമുക്കൊക്കെ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിട്ടാ. ഇതൊക്കെ നമ്മൾ മോട്ടിവേറ്റഡ് ആവുക, നമ്മുടെ പരിശ്രമം തുടരുക, വിജയത്തിൽ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും.